യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ പറയണതെന്ന് നിങ്ങൾക്കറിയാലോ. ഒരു നമ്മുടെയൊക്കെ കൂടെ വസിക്കുന്ന കർത്താവ് അല്ലേ, ആ കർത്താവാണ് നമ്മുടെ കൂടെ വസിക്കുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ഇന്നൊരു ക്ലാസ്സിൽ ഞാനൊരു കാര്യം കേട്ടു. പാപം ചെയ്യുന്നവൻ്റെ കൂടെ പാപം ചെയ്യുന്നവൻ്റെ ശരീരത്തിലെ പിശാച് കയറും ഇല്ലേ? ശരിയാണോ? പാപികളുടെ മേൽ പിശാചിൻ്റെ ആധിപത്യം ഉണ്ടാകും. പാപം ചെയ്യുമ്പോഴാണ് നമ്മളിൽ പിശാച് കയറുന്നത്. എനിക്കത് കേട്ടപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എന്ത് അറിവില്ലായ്മയാണ് പറയുന്നതെന്ന് അവർക്കറിയത്തില്ല. ആരാ പറഞ്ഞതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിശാചിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഈ പറയുന്ന വ്യക്തികൾക്കൊന്നും അറിയത്തില്ല. അത് മാത്രം നമ്മൾ കണ്ടാൽ മതി. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അവസാന നിമിഷം ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർക്കറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണമേ. അതുവരെ പിശാച് ഈശോയുടെ കൂടെ കുരിശിൻ്റെ കീഴിലുണ്ടായിരുന്നു. ആ ഒറ്റ വാക്കോടുകൂടി പിശാച് ഈ ഭൂമിയിൽ നിന്ന് തന്നെ വിട്ടുപോയി. ഈശോ മരിച്ചു, ഈശോയും പോയി. അതോടെ ഭൂമിയിലെ പിശാചിൻ്റെ ആധിപത്യം അവസാനിച്ചു. പിശാചിന് ഭയമാണ് പിന്നെ. അപ്പോഴാണ് പറയുന്നത് പാപം ചെയ്യുന്നവൻ്റെ കൂടെ പിശാച് ഉണ്ടാകുന്നു. അങ്ങനെ പാപം ചെയ്യുന്നവൻ്റെ കൂടെ പിശാച് ഉണ്ടെങ്കിൽ ഇന്ന് അത് പറഞ്ഞ ആ വ്യക്തിയുടെ മേലും പിശാച് ഉണ്ടാവും, സകല മനുഷ്യൻ്റെ മേലും പിശാച് ഉണ്ടാവും. പാപം ചെയ്യാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല, ഉണ്ടാവുകയുമില്ല. അപ്പോൾ ദൈവവചനത്തിൽ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തെറ്റാണ്, അതൊരു പാപമാണ്. അത് കേൾക്കുന്ന നമുക്കും പാപമാണ്, പറയുന്നവർക്കും പാപമാണ്. ദൈവവചനത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് കർത്താവിൻ്റെ വചനമാണ്, ദൈവവചനമാണ്. സാത്താൻ പോയി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? ഈശോയുടെ മരണത്തോടെ സാത്താൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കാരണം പിന്നെ സാത്താന് ഭൂമിയിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ പിശാചില്ലേ? പിശാചുണ്ട്. അതിൻ്റെ ഉത്ഭവം എങ്ങനെയെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതറിഞ്ഞെങ്കിലേ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിശാചിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അന്ധകാരശക്തിയുടെ പിറകെ പോകുമ്പോൾ അവരിൽ കുടികയറുന്ന ഒന്നാണ് പിശാച് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ തിരിച്ച് പറയാം. നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണ്. സർവ്വജാതി മനുഷ്യരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ തകർച്ചയ്ക്ക്, നമ്മുടെ കുറവുകൾക്ക്, നമ്മുടെ വീഴ്ചയ്ക്ക്, നമ്മുടെ രോഗത്തിന്, നമ്മുടെ വേദനയ്ക്ക് എല്ലാം പരിഹാരം കാണാനായിട്ട് ഓടുന്നൊരു സ്ഥലമുണ്ട്, ഓടിച്ചെല്ലുന്നൊരു സ്ഥലമുണ്ട്. അശുദ്ധ ശക്തികളുടെ പുറകെ, അന്ധകാര ശക്തികളുടെ പുറകെ ഇല്ലേ, കൂടോത്രക്കാരുടെ പുറകെ, മന്ത്രവാദികളുടെ പുറകെ. അവരെ പോയി സമീപിച്ച് അവരോട് നമ്മൾ പറയുകയാണ്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അതറിയാമോ? ഞങ്ങളൊക്കെ പറയാറില്ലേ, പാപം ചെയ്യുന്നവൻ്റെ ആത്മാവ് നരകത്തിൽ പോകും. നരകം എന്ന് പറയുന്നത് എൻ്റെ ഒരു വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഭൂമിയിൽ അന്ധകാര ശക്തിയുടെ പുറകെ പോകുന്ന മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ആത്മാവിനെ ഈ മന്ത്രവാദികൾ പിടിച്ചെടുക്കും. ഈ മന്ത്രവാദികൾ പിടിച്ചെടുത്തിട്ട് അതിനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് ചാത്തൻ സേവ അതിന് ഉപയോഗിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച ഒരു മനുഷ്യൻ്റെ ആത്മാവിനാണ്. അതായത് പാവങ്ങളിലൂടെ ജീവിച്ച ഒരു മനുഷ്യൻ്റെ ആത്മാവ്, അന്ധകാര ശക്തിയുടെ പുറകെ പോയ ഒരു ആത്മാവിനെ പിടിച്ചിട്ട് അതാണ് ഇവരുടെ മേൽ ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്. ചാത്തൻ സേവ അതിനകത്തേക്ക് ഒരു ആത്മാവിനെ കയറ്റിവിടും. കൂടോത്രം അതിലൊരു ആത്മാവിനെ കയറ്റിവിടും.
മന്ത്രവാദം അതിലൊരു ആത്മാവിനെ കയറ്റിവിടും, കൈവശം അതിലൊരു ആത്മാവിനെ കയറ്റിവിടും. ഈ ആത്മാവിനാൽ ജീവിക്കപ്പെടുന്ന മനുഷ്യരുണ്ട്. അവരെ നയിക്കുന്നത് ആ ആത്മാവായിരിക്കുള്ളൂ. ഇനി ആർക്കിട്ടാണോ ഇത് ചെയ്യുന്നത് അവരുടെ മേലും ഈ പിശാചിൻ്റെ ഈ ആത്മാവുണ്ടാകും. അവരാരുടെ കൂടെ വസിക്കുന്നുവോ അവർ വസിക്കുന്ന ഭവനങ്ങളിലും അവരുടെ മക്കളിലും ബന്ധുക്കളിലും അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഈ ആത്മാവ് കടന്നേക്കും. അവർക്കൊരു സ്വാധീനം അവരുടെ മേലുണ്ടാകും. അല്ലാതെ പാപം ചെയ്യുന്നവരുടെ മേൽ പിശാച് കടന്നു വരാമെന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്തൊരു മനുഷ്യന് ഭൂമിയിലില്ല. പാപം ചെയ്യാത്തൊരു മനുഷ്യന് ഭൂമിയിലുണ്ടെങ്കിൽ അവൻ ദൈവമാണ്. അപ്പോൾ രണ്ട് ദൈവം ഉണ്ടാവും. അത് പറ്റത്തില്ല. എല്ലാ മനുഷ്യനും അനുദിനം പാപം ചെയ്തിരിക്കണം. പക്ഷേ അനുദിനം പാപം ചെയ്യുന്ന മനുഷ്യൻ അനുദിനം അതിൽ നിന്ന് മോചിതനാവുകയും ചെയ്യുന്നു. അതിനാണ് നമുക്ക് സഭ ഒരുക്കി തന്ന ഈശോ ഒരുക്കി തന്നിരിക്കുന്ന വിശുദ്ധ കുർബാന. അവിടെയാണ് അതിനകത്ത് മാറ്റം വരുത്തേണ്ടത്. ഇന്നും ഒരാൾ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി എങ്ങനെ ഭക്ഷിക്കണം എന്നുള്ളത് ഇന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. ആർക്കും അറിയത്തുമില്ല എങ്ങനെ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി ഭക്ഷിക്കും. അയോഗ്യതയോടുകൂടിയാണ് ഭക്ഷിക്കുന്നതെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടാവും? രോഗങ്ങളുണ്ടാവും, തകർച്ചകളുണ്ടാവും, നാശങ്ങളുണ്ടാവും, നഷ്ടങ്ങളുണ്ടാവും, മരണം വരെ സംഭവിക്കും. അപ്പം വെറുതെ ദൈവവചനത്തിനെ വഴിതെറ്റിച്ചു വിടരുത്. പഴയ നിയമത്തിൽ അങ്ങനെ പലതും പറയുന്നുണ്ട്. ആ പഴയ നിയമമല്ല പുതിയ നിയമം. പുതിയ നിയമമാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈശോനെയാണ് നമ്മൾ അനുകരിച്ച് ജീവിക്കേണ്ടത്. അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അതാണ് നമ്മുടെ ജീവിതത്തെ കാണിച്ചു കൊടുക്കേണ്ടത്. വിശുദ്ധ കുർബാന യോഗ്യതയോടെ അപേക്ഷിക്കാനായിട്ട് ഇത് പണിയൊന്നും പോരാ. പിന്നെ വേറൊരു ഞാൻ കേട്ടു, വിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ സ്നേഹം ഉണ്ടാകണം, ഐക്യം ഉണ്ടാകണം. അതും അതിന് യോഗ്യതയല്ല. അത് വേണം. അതും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യത അല്ല. അതുകൊണ്ട് പിശാച് ഒരിക്കലും നമ്മുടെ മേത്തേക്ക് കയറത്തില്ല. പിശാച് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ജീവിച്ച് മരിച്ച പാപത്തിൻ്റെ അടിമത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ആത്മാവാണ് പിശാചായിട്ട് നിന്ന് മാറുന്നത്. ഈശോൻ്റെ കാലത്തുണ്ടായിരുന്ന പിശാച് ഈശോ പോയതോടുകൂടി അതിഭൂമിയിൽ തന്നെ വിട്ടുപോയി. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു അന്ധകാര ശക്തിയുടെ അടുത്ത് നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് എന്ത് തകർച്ചയുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും നാശങ്ങളുണ്ടെങ്കിലും ഈശോയുടെ കുരിശിലേക്ക് ചെല്ലുക. ഈശോയുടെ കുരിശിൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുക. വേറൊരാളെയും ആശ്രയിക്കരുത്. നരനിൽ ഒരുവനെയും ആശ്രയിക്കരുതെന്ന് പറയണം. ഈശോയിൽ മാത്രം ആശ്രയിക്കുക. ഈശോയില്ലാതെ വേറൊരു രക്ഷകൻ നമുക്കില്ല. ഈശോയാണ് ഭൂമിയിലെ ഏക രക്ഷകൻ, എല്ലാവരുടെയും രക്ഷകൻ. ആ രക്ഷ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാകില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ പിശാച് കയറും. എല്ലാ മനുഷ്യൻ്റെ മേലും പിശാച് കയറും. അപ്പോൾ പിന്നെ രക്ഷ എന്നൊരു വാക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതം എല്ലാം പാഴാണ്. അതുകൊണ്ട് ദൈവവചനം തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് കൊടുക്കരുത് ആർക്കും. ദൈവവചനം, യേശുവിൻ്റെ വചനം, അത് പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ഈശോയാണ്, ഈശോയുടെ കാര്യങ്ങളാണ്, ഈശോ ജീവിച്ചതാണ്. ആ ഈശോ ജീവിച്ച വഴിയിലൂടെ കടന്നു പോയാൽ മാത്രമേ ഈശോയുടെ കുരിശുമരണത്തിൽ നമുക്ക് പങ്കാളിയാൻ പറ്റുള്ളൂ. പറയാറില്ലേ, ഈശോ എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി കുരിശുമരണം സ്വീകരിച്ചു. അല്ല, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയല്ല കുരിശുമരണം സ്വീകരിച്ചത്. നമുക്ക് ആ കുരിശുമരണത്തിൻ്റെ പാർട്ട്, ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, ആ കുരിശുമരണം നമ്മോട് കൂടെ വസിക്കണമെങ്കിൽ, ആ കുരിശുമരണത്തിൻ്റെ ശക്തി നമ്മോട് കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആ യേശുവിൻ്റെ വഴിയെ കടന്നു പോകണം. ആ യേശു ജീവിച്ചതിൻ്റെ പറഞ്ഞു തന്ന വഴിയിലൂടെ നമ്മൾ കടന്നു പോകണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ കുരിശുമരണത്തിൻ്റെ ആനുകൂല്യം കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ തെറ്റായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഈശോ നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. അല്ല, നമുക്ക് വേണ്ടിയല്ല മരിച്ചത്. നമുക്ക് വേണ്ടിയാണ് മരിച്ചതെങ്കിൽ സ്വയം ഈശോ നമുക്ക് വേണ്ടി പാപികൾക്ക് വേണ്ടിയാണ് മരിച്ചതെങ്കിൽ ഈശോ ഗത്സമനിയിൽ അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. മനസ്സിലെ ചോര വിയർത്ത് പ്രാർത്ഥിക്കത്തില്ല, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റി തരണമേ. അപ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല.
സഭയൊന്നും തിരുത്താനോ കുറ്റി പറയാനോ ഞാൻ യോഗ്യനല്ല, ഞാൻ അതിനുള്ള ആളുമല്ല, എനിക്ക് അതിനുള്ള കഴിവുമില്ല. ഞാനൊരു സാധാരണ ഒരു അൽമായനാണ്. ശരിയല്ലേ? ഈ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 40-ാം തിരുവചനം നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് ഈശോ എന്ന് പറയണേ വളരെ വ്യക്തമായിട്ട് ഈശോ അത് പറയുന്നുണ്ട്. 8:40 യോഹന്നാൻ്റെ 8:40 നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. കണ്ട് ഞാൻ എടുത്തു തരാം. അതായത്, എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. ഇത് പറയാൻ കാര്യം എന്നറിയോ? 8:32 കാര്യം പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ നമ്മൾ സത്യം അറിഞ്ഞിട്ടില്ല. ഈശോയുടെ കാലത്ത് ഈ സത്യം അറിഞ്ഞിട്ടില്ല. ഈ സത്യം പറഞ്ഞതാണ് യേശു, അല്ലേ? അതാണ് 8:40 യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 40-ാം തിരുവചനത്തിൽ പറഞ്ഞാൽ, എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അത് തന്നെയല്ലേ എന്നിലും സംഭവിക്കുന്നത്. എനിക്ക് ഈശോ തന്ന വെളിപ്പെടുത്തലുകൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ അതിനെ പുച്ഛിച്ച് തള്ളിക്കളയുക. ഞാൻ തിയോളജി പഠിച്ചിട്ടില്ല, ഞാൻ വേറൊന്നും പഠിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം ഈശോയായിട്ട് സംസാരിക്കുക എന്നത് മാത്രമേ. അപ്പോൾ ഈശോ തരുന്ന വെളിപ്പെടുത്തലുകൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളതിനെ പാടെ പുച്ഛിച്ച് തള്ളിക്കളയുക. ഇപ്പം പറഞ്ഞില്ലേ, സകല പാവം ചെയ്യുന്നവൻ്റെ മേൽ പിശാച് കയറും. പാവം ചെയ്യുന്നതിൻ്റെ മേൽ പിശാച് കയറുകയാണെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആർക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല. എല്ലാവരുടെ മേലും പിശാചുണ്ട്. പാവം ചെയ്യാത്ത ഒരാളെ നിങ്ങൾ കാണിച്ചു തരാമോ? നിങ്ങൾക്ക് പറ്റുമെങ്കിലേ പറ്റുന്നില്ല. പാവം ചെയ്യുക, എല്ലാവരും പാവം ചെയ്തിരിക്കണം. അനുദിനം പാവം ചെയ്തിരിക്കണം. ആ അനുദിനം ചെയ്യുന്ന പാവം ഓരോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പേ അത് നമ്മൾ കഴുകി കളഞ്ഞിരിക്കണം. ഈശോയുടെ തിരുരക്തത്താൽ കഴുകി കളഞ്ഞിരിക്കണം. അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. അതാണ് ഈശോയോട് മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ട്, പിശാചൊന്നും ഒരു മനുഷ്യനും വരുന്നതിൻ്റെ അർത്ഥമില്ല. ഈശോൻ്റെ കാലത്തുണ്ടായ പിശാചുക്കൾ അതോടെ പോയി. ഈശോയുടെ കുരിശുമരണത്തോടെ പിശാചുക്കളെല്ലാം പോയി. പിന്നെ പിശാചുണ്ടായത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനിൽ നിന്നാണ് പിശാചുണ്ടായത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്നാണ് പിന്നെ പിശാചുണ്ടാകുന്നത്. ആ പിശാചുണ്ടാകുന്നതാണ് ഈ മന്ത്രവാദികളടുത്ത് പോയി ചാത്തൻ സേവ, കൂടുപാത്രം, മന്ത്രപാത്രം, കൈവശം ഇതെല്ലാം സ്വീകരിക്കുന്ന വ്യക്തികളിലേക്കാണ് ആ പിശാച് കയറി വരുന്നത്. പിന്നെ ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന പിശാച്. വേറെ ആർക്കും ആ വ്യക്തിയെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ശരി, ഇതിന് ഒഴിവാക്കാൻ പോലും ഇവർക്ക് ആർക്കും അറിയത്തില്ല. സത്യമാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. അന്ധകാര ശക്തി, അതായത് പ്രത്യേകിച്ച് ചാത്തൻ സേവ, പ്രത്യേകിച്ച് അതുപോലെ തന്നെ മന്ത്രവാദം, കൂടോത്രം, കൈവശം, ഇതിനെ ഒന്നും ഒഴിവാക്കാൻ ഇവർക്ക് ആർക്കും ഇനി ഭൂമിയിൽ വേറെ ആർക്കും സാധ്യമല്ല, സാധിക്കുകയില്ല, പറ്റേയില്ല, തൊടാൻ പറ്റത്തില്ല. മനസ്സിലായോ? എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു സാത്താനെക്കുറിച്ച് കൂടോത്രത്തെക്കുറിച്ചും മന്ത്രവാദത്തെക്കുറിച്ചും കൈവശത്തെക്കുറിച്ചും ചാത്തസേവയെക്കുറിച്ചും ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പോയി നോക്കി കാണാം എന്താണെന്നുള്ളത്. അതായത് യൂട്യൂബിൽ അടിച്ചു കൊടുക്കുക, രാജു മേച്ചേരി എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാം. അതിൽ പിശാചിൻ്റെ സാത്താനെ ഒഴിവാക്കുന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായ രൂപം അറിയാൻ പറ്റും. അതുകൊണ്ട് ദൈവവചനം ജീവനുള്ളതാണ്. അത് ജീവനോട് തന്നെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ചത്ത വചനമാണ്. അത് ആര് പങ്കുവെച്ചാലും, അൽമായൻ പങ്കുവെച്ചാലും, വൈദികൻ പങ്കുവെച്ചാലും, മെത്രാൻ പങ്കുവെച്ചാലും, കർദിനാൾ പങ്കുവെച്ചാലും, മാർപ്പാപ്പ പങ്കുവെച്ചാലും അത് തെറ്റാണ്. അത് പിശാചിൻ്റേതാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി ഭക്ഷിക്കാൻ ഇന്ന് വരെ ഒരു വ്യക്തിയും ഒരു മനുഷ്യനും പറഞ്ഞു കേട്ടിട്ടില്ല. സഭയുടെ പ്രധാനപ്പെട്ട ആൾക്കാരോ വൈദികരോ സിസ്റ്റേഴ്സോ ആരും പറഞ്ഞിട്ടില്ല വിശുദ്ധ കുർബാന എങ്ങനെ യോഗ്യതയോടെ ഭക്ഷിക്കാം എന്ന്. അതും എൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം
ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. പിശാച് പാപം ചെയ്യുന്നതിൻ്റെ കൂടെ പിശാചുണ്ടാകും. പാപം ചെയ്യുന്നതിനോട് പിശാചിന് ഈ ലോകത്തിൽ എല്ലാവരിലും പിശാചുണ്ട്. അത് പിന്നെ നമ്മൾ ആര് വിശ്വസിക്കും? പിന്നെ നമുക്ക് വേണ്ടി കുർബാന ബലിയർപ്പിക്കുന്ന വൈദികരെ നമ്മളങ്ങനെ വിശ്വസിക്കും? നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ നമ്മളങ്ങനെ വിശ്വസിക്കും? അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കളങ്ങനെ വിശ്വസിക്കും? മക്കളെങ്ങനെ വിശ്വസിക്കും? ആരും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും നുണ പറയും, അല്ലെങ്കിൽ പാപം ചെയ്യും. അവരെ പിശാച് കയറി പിടിച്ചാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് തെറ്റാണ്. പിശാച് അങ്ങനെയൊന്നും കയറി വരത്തില്ല. പിശാച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാധനത്തിൻ്റെ പിശാച് എന്ന് പറയുന്നത്. അതൊന്ന് തിരിച്ചറിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. വിശ്വസിക്കും. ശരിയായിരിക്കട്ടെ.